പ്രിയ കുട്ടികളെ, ഇന്ന് ഞാൻ ഒന്നാമത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ വീഡിയോയുമായിട്ട് ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അന്ന് നമ്മളെന്താ പഠിച്ചത്? 30 മൂലകം വരെയുള്ള ആറ്റസംഖ്യ 30 വരെയുള്ള എൻ്റെ സബ്സ്റ്റൽ ഇലക്ട്രോണൈസ് എഴുതാൻ പഠിച്ചു. വീട്ടിൽ നിന്ന് ബാക്കി ചെയ്ത് നോക്കിയിരുന്നോ? ഞാനൊരു 5 ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടുമോ? ഈ 5 ചോദ്യങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഇതിനു മുമ്പ് SLCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ബുക്കിലേക്ക് എഴുതിക്കേ. ചോദ്യം എഴുതിക്കേ. എം ഷെല്ലിലെ സബ്ഷെൽസ് ഏവ? എം ഷെല്ലിലുള്ള സബ്ഷെല്ലുകൾ ഏവ? സബ്ഷെൽസ് ഓഫ് എം ഷെല്ല്. ചോദ്യം എഴുതിയിട്ട് അതിൻ്റെ ഉത്തരം നിങ്ങൾ സ്വന്തം എഴുതിക്കോളൂ. നമുക്ക് അവസാനം ഉത്തരം നോക്കാം നമുക്ക് ശരിയാണോ. എം ഷെല്ലിലെ സബ്ഷെല്ലുകൾ ഏതാ? ഉത്തരം കിട്ടിയോ? ഉത്തരം എഴുതിക്കോളൂ. എം ഷെല്ലിന് എത്ര? ഇനി പേനതാത്ത് വെച്ചോളൂ. എം ഷെല്ലിന് എത്ര സബ്ഷെല്ലുണ്ട്? എം മൂന്നാമത്തെ ഷെല്ലാണ് നമ്മൾ പഠിച്ചു. ഈ മൂന്നാമത്തെ ഷെല്ലായതുകൊണ്ട് എമ്മിന് 3 സബ്ഷെല്ലാണ്. ഏതൊക്കെയാണ്? 3s, 3p, 3d. ഈ 3 ഉത്തരം എഴുതിയിട്ട് മാത്രം ഒരു ടിക്ക് ചെയ്യുക, ഒരു ടിക്ക് ഇടുക. അവർക്ക് 1 മാർക്കായി. 3s, 3p, 3d. ഇനി അടുത്ത ചോദ്യം നോക്കിക്കോളൂ. താഴെ പറയുന്നവ തെറ്റായ സബ്ഷെല്ലേത്? 3s, 2p, 2d, 3d, ഫോക്കസ്. ഇതിൽ തെറ്റായ സബ്ഷെൽ ഏതാണെന്ന് കണ്ടുപിടിച്ചോളൂ. പേനകത്ത് വെച്ച് 2d എഴുതിയൊരു മാത്രം ടിക്കിടുക. എന്താ കാരണം? 2 കൂട്ടി ഏതൊക്കെ മാത്രം നമ്മൾ പഠിച്ചു? രണ്ടാമത്തേന് 2 സബ്ഷെല്ലുള്ളൂ. ഏതൊക്കെയാണ്? 2s-ഉം 2p മാത്രമേ ഉള്ളൂ. 2d ഇല്ല, 2f-ഉം ഇല്ല. അപ്പം ഉത്തരം ഇതാണ് ശരി. ഇനി ചോദ്യം 3 നോക്കാം. ഞാനൊരു കോപ്പകൻ്റെ 2 രീതിയിലുള്ള സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ടുണ്ട്. ഇതിലേതാണ് ശരി ഏതെന്നാണ് ചോദ്യം. നോക്കിയേ. 1s2, 2s2, 2p6, 3s2, 3p6, 3d9, ഫോക്കസ് 2. ഞാനിവിടെ വന്നപ്പം 3d10, ഫോക്കസ് 1. ഇതിലേതാണ് ശരി എന്നാണ് ചോദ്യം. ഇതിലേതാ ശരി? നമുക്ക് നിങ്ങൾ എഴുതിക്കോ. 1 ആണോ 2 ആണോ ശരിയെന്ന് കണ്ടുപിടിച്ചോളൂ. 1 ആണോ 2 ആണോ എന്ന് കണ്ടുപിടിക്കാം. ശരിയായതേത്? ശരി ഏതോ ഉള്ളൂ. ഇതാണ് ശരി. എന്താ കാരണം? നമ്മൾ പഠിച്ചു ഡി സബ്ഷെല്ലിൽ 10 ഉണ്ടെങ്കിൽ അത് ഫുൾ ഫിൽഡാന്ന് പഠിച്ചു. അതേപോലെ ഡി സബ്ഷെല്ലിൽ 5 ഉണ്ടെങ്കിലും ഹാഫ് ഫിൽഡാന്ന് പഠിച്ചു. ഈ രണ്ടും സ്റ്റെബിലിറ്റി കൂടിയ സ്ഥിരത കൂടിയ അവസ്ഥയെന്ന് പഠിച്ചു. അപ്പം ഇവിടെ സ്റ്റെബിലിറ്റി കൂടിയ അവസ്ഥ 3d10. ഇതാണ് രണ്ടാമത്തേതാണ് ശരി. ഇത് കിട്ടിയൊരു ടിക്കറ്റുള്ളൂ. ഈ ചോദ്യം അടുത്തതിലേക്ക് കിടക്കാം. ചോദ്യം 4. എഫ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? എഫ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ ഈ തവണത്തെ SLCയിലെ ഒന്നാമത്തെ ചോദ്യം. ഈ കഴിഞ്ഞ ആഴ്ച നടന്ന SLC പരീക്ഷയുടെ ഒന്നാമത്തെ ചോദ്യം. എഫ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? നിങ്ങൾ എഴുതിക്കോളൂ. 14 കിട്ടിയവർ മാത്രം ടിക്ക് ചെയ്തോളൂ. ഉത്തരം 14. അപ്പോൾ ഇതുപോലെ ഇതിലേത് വേണം ചോദിക്കാം. അതായത് ഈ ചോദ്യങ്ങൾക്കെല്ലാം പ്രത്യേകത ഉണ്ട്. ഇവിടെ എം സബ്ഷെല്ലിൽ ചോദിച്ചു, ഏത് വേണം ചോദിക്കാം, എന്ന് ചോദിക്കാം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ തന്നിട്ട് തെറ്റുകൾ കണ്ടുപിടിക്കാൻ ഈ രീതിയിലുള്ള ചോദ്യം. ഇങ്ങനെ അവിടെ സാധനം ഒരു ചോദ്യം കൂടെ നോക്കിയേ. ഈ 2 ഇലക്ട്രോൺ വിന്യാസം ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ഈ 2 ശരിയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തേ. ഇതിലേതെങ്കിലും തെറ്റുണ്ടോ എന്ന് മാത്രം നോക്കിയേ. ആ തെറ്റുണ്ടെങ്കിൽ എന്താണെന്ന് കണ്ടുപിടിക്കാം. ഒന്നാമത്തെ നോക്കിയാൽ 1s2, 2s2, 2p5, 3s2. തെറ്റുണ്ടോ? രണ്ടാമത്തെ നോക്കിയാൽ 1s2, 2s2, 2p6, 3s2, 3p3. ഇതിലേതാ തെറ്റുള്ളത്? ഇവിടെ നോക്കിയേ. ഇതുണ്ടോ? 2p5 ഉണ്ടോ? എന്താ 2p5ലെ തെറ്റ്? 2p5 ആയിട്ട് നിന്നിട്ട് ഒരിക്കലും അടുത്ത ഷെല്ലിലേക്ക് ഇലക്ട്രോൺ പോവില്ല. ഇതിന് ഇലക്ട്രോൺസ് എങ്ങനെ വരുള്ളൂ? 2p6, 3s1 എന്ന് എഴുതാൻ പാടുള്ളായിരുന്നു. ഇപ്പോൾ ഇപ്പം ഓർത്തോണം, എല്ലാ ഷെല്ലുകളും ഒരു ഷെല്ല് മുഴുവനായിട്ട് നിറഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഷെല്ലിലേക്ക് ഇലക്ട്രോൺ പോവുകയുള്ളൂ. ഇപ്പം ഇത് കിട്ടിയവർ മാത്രം അതിന് ടിക്കറ്റ്. നമുക്ക് നോക്കാം. പീരിയോഡിക് ടേബിളിലേക്ക് നോക്കാം. പീരിയോഡിക് ടേബിളിൽ എങ്ങനെ 18 ഗ്രൂപ്പുകളിലായി 7 പീരീഡുകളിലായി മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നു. ഇവർ നമുക്ക് ഇവിടെ നോക്കിയേ. 1ഉം 2ഉം ഗ്രൂപ്പുകൾ മാത്രം നിങ്ങളൊന്ന് നോക്കിയേ. ഇത് ഒന്നാമത്തെ ഗ്രൂപ്പ് ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. രണ്ടാമത്തെ ഗ്രൂപ്പാണ് ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ബേഡിയം. നമുക്ക് പേരൊന്നും പഠിക്കണ്ട. ഇങ്ങനെ 1ഉം 2ഉം ഗ്രൂപ്പുകളിലേക്ക് മാത്രം നോക്കാം. നമുക്ക് നോക്കാം. ലിഥിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺസ് എഴുതുകയാണെങ്കിൽ നമുക്ക് എഴുതാം. ലിഥിയം 3 ആയിരുന്നു. 1s2, 2s1. ഇനി സോഡിയം എഴുതുകയാണെങ്കിലോ 3s1 അവസാനിക്കും. പൊട്ടാസ്യം എഴുതുകയാണെങ്കിലോ ഫോക്കസ് 1 അവസാനിക്കും. ഇത് 5s1 അവസാനിക്കുക. ഇത് 6s1 അവസാനിക്കും. ഇത് 7s1 അവസാനിക്കും. എന്താ പ്രത്യേകത? ഇതിനെല്ലാം ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലുള്ളത്? എസിലാണ്. അത് ആ എസിലെല്ലാം ഓരോ ഇലക്ട്രോൺ വീതം.
ഇനി ഇവിടെ ഇങ്ങോട്ട് നോക്കിയേ, ബഹളി നോക്കാം. ആറ്റം സംഖ്യ 4, 1s2 2s2 എന്ന് വെച്ചാൽ 2s2 അവസാനിച്ചു. അപ്പോൾ ഇതോ മഗ്നീഷ്യോ 3s2 അവസാനിക്കും, ഇത് 4s2 അവസാനിക്കും, ഇത് 5s2 അവസാനിക്കും, ഇത് 6s2 അവസാനിക്കും, ഇത് 7s2 അവസാനിക്കും. എന്ന് വെച്ചാൽ ഇതെല്ലാം S1 അവസാനിച്ചു, ഇതെല്ലാം S2 അവസാനിച്ചു. എന്ന് വെച്ചാൽ അവസാനത്തെ ഇലക്ട്രോൺ വന്ന് മുര S സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് ഈ 1ഉം 2ഉം ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് S ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കും. ഈ 1ഉം 2ഉം ഗ്രൂപ്പിലെ മൂലകങ്ങളെ മാത്രം നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? S ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കും. ഇനി ഇങ്ങോട്ട് വന്നാൽ 13ാമത്തെ ഗ്രൂപ്പിലേക്ക് വന്നാൽ ബോഗോൺ 1s2 2s2 2p1. അപ്പോൾ ഇത് ഏതിൽ അവസാനിക്കും? അലുമിനിയം ആകുമ്പോൾ 3p1, ഇത് 4p1 5p1 6p1 7p1, ഇതെല്ലാം p1 ആയിരിക്കും. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ കാർബൺ നോക്കാം. 1s2 2s2 2p2 ആണ്. അപ്പോൾ ഇത് ഏതായിരിക്കും? 3p2 4p2 5p2 6p2 7p2, ഇതെല്ലാം p2 അവസാനിക്കും. അപ്പോൾ ഇത് ഏതിൽ അവസാനിക്കും? p3 അവസാനിക്കും, ഇത് p4 അവസാനിക്കും. ഓക്സിജൻ 2p4 3p4, ഇതെല്ലാം p4 അവസാനിക്കും. ഇതെല്ലാം p5 അവസാനിക്കും, ഇതെല്ലാം p6 അവസാനിക്കും. ഇപ്പോൾ ഹീലിയം മാത്രമേ ഉള്ളൂ പ്രത്യേകതയുള്ളൂ, 2s2 അവസാനിച്ചു. ഹീലിയത്തെ നമുക്ക് മാറ്റി നിർത്താം. എന്നിട്ട് ബാക്കിയുള്ള എല്ലാം നോക്കാം. ഇത് p1 അവസാനിച്ചു, ഇത് p2 അവസാനിച്ചു, p3 അവസാനിച്ചു, p4 അവസാനിച്ചു, p5 അവസാനിക്കുന്നു, p6 അവസാനിക്കുന്നു. അതുകൊണ്ട് ഈ പി ബ്ലോക്ക് എന്ന് വെച്ചാൽ ഈ 13 മുതൽ ഈ 18 വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങൾ വിളിക്കുന്ന പേരാണ് എന്ത്? പി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇപ്പം പി ബ്ലോക്ക് എന്താണെന്ന് പിടിയിട്ടല്ലോ, അവസാന ഇലക്ട്രോൺ ഏതിലാണ് വന്നിരിക്കുന്നത്? പി സബ്ഷെല്ലിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗ്രൂപ്പിലെ മൂലകങ്ങളെല്ലാം പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കും. ഈ ട്രാൻസിഷൻ എലമെൻസിൻ്റെ എന്താണ് പ്രത്യേകത? അതായത് സംക്രമണ മൂലകങ്ങളാണ്. ഇപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചല്ലേ. ഈ സംക്രമണ മൂലകങ്ങൾ ഇപ്പോൾ സ്കാൻഡി നമ്മൾ എഴുതിയപ്പോൾ എന്താ എഴുതിയത്? 3d1 4s2 എന്ന് എഴുതി, 3d2 4s2 3d3 പഠിച്ചല്ലേ. ഇതെല്ലാം ഡിയിലാണ് ഇലക്ട്രോൺ, 3Dയിലാണ് ഇലക്ട്രോൺ. ഇതെല്ലാം 3D, 3d1 3d2 3d3. ക്രോമിയം വരുമ്പോൾ മാത്രം 3d5, ഇതും 3d5 3d6 3d7 3d8. കോപ്പാകുമ്പോൾ 3d9 വരെയല്ല 10 3d10 എന്ന് വെച്ചാൽ എല്ലാം ഡിയിൽ. അവസാന ഇലക്ട്രോൺ വന്നിരിക്കുന്ന മൂലം ഡി സബ്ഷെല്ലിലാണ്. ഇപ്പോൾ ഇവിടെ വരികയാണെങ്കിലോ 4d1 4d2 ഇങ്ങനെ എല്ലാം 4Dയിലായിരിക്കും ഇലക്ട്രോൺ വരിക. ഇതെല്ലാം 5Dയിലായിരിക്കും ഇലക്ട്രോൺ വരിക. ഇതെല്ലാം 6Dയിലായിരിക്കും ഇലക്ട്രോൺ വരിക. അതുകൊണ്ട് ഈ മൂലകങ്ങളെല്ലാം പൊതുവായിട്ട് വിളിക്കുന്ന പേരാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. എന്ന് വെച്ചാൽ ഔട്ടർമോസ്റ്റ് സബ്ഷെല്ലല്ല, അവസാന ഇലക്ട്രോൺ ഏത് ഷെല്ലിലാണോ വന്നത് അതനുസരിച്ചാണ് ബ്ലോക്ക് പറയുക. അപ്പോൾ ഇതിലെ അവസാനത്തെ ഇലക്ട്രോൺ നമുക്ക് അവസാന സബ്ഷെല്ല് ഫോക്കസാണ്. ഇലക്ട്രോൺ വന്നത് അതിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിലാണ്. ഈ അവസാനത്തെ സബ്ഷെല്ലിനെ വിളിക്കുന്ന പേരെന്താണ്? ഔട്ടർമോസ്റ്റ് സബ്ഷെൽ എന്ന് വിളിക്കാം. അതിന് ഉള്ളിലത്തെ ഷെല്ലിനെ വിളിക്കുന്ന പേര് പെനൽറ്റിമേറ്റ് ഷെൽ എന്ന് വിളിക്കാം. ഇപ്പം ട്രാൻസിഷൻ എലമെൻസിലെല്ലാം അവസാന ഇലക്ട്രോൺ വരുന്നത് പെനൽറ്റിമേറ്റ് ഷെല്ലിലാണ്. അതുകൊണ്ടാണ് ഇവയെ നമുക്ക് എന്തെന്ന് വിളിച്ചു? ഡി ബ്ലോക്ക് എലമെൻസ് എന്ന് വിളിച്ചു. ഇനി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ അവസാനത്തെ 2 തരം മൂലകങ്ങൾ കണ്ടോ? ഇവയിൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നടക്കുന്നത് എഫ് സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് ഈ 2 തരം മൂലകങ്ങൾ മാത്രം നമുക്ക് എന്ത് വിളിക്കാം? എഫ് ബ്ലോക്ക് എലമെൻസ് എന്ന് വിളിക്കാം. നമുക്ക് ഉദാഹരണം കിട്ടിയല്ലോ, ഈ 1ഉം 2ഉം എസ് ബ്ലോക്ക്, ഇത് മുഴുവൻ പി ബ്ലോക്ക്, ഇത് മുഴുവനും ഡി ബ്ലോക്ക്, ഇത് മുഴുവനും എഫ് ബ്ലോക്ക്. ഇപ്പം ഇത്തരം കാര്യങ്ങൾ 4 ബ്ലോക്ക് പിടി കിട്ടിയല്ലോ. 1s2 2s2 2p5. നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്കൊരു സബ്ഷെൽ ഇലക്ട്രോൺ കണ്ടാൽ ഇതിൻ്റെ ബ്ലോക്ക് ഗ്രൂപ്പ് പീരീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ നമുക്ക് പഠിക്കാം. ഇവിടെ നോക്കിയാൽ എന്താ പ്രത്യേകത? ഇതിൽ അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണ് ഉള്ളത്? പി സബ്ഷെല്ലിലാണ് അല്ലേ. അപ്പോൾ ഇത് ഏത് ബ്ലോക്കാണ്? ഇതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? പി ബ്ലോക്കാണ്. ഇനി 1s2 2s2 2p6 3s1 ഏത് അവസാന ഇലക്ട്രോൺ ഏതിലുണ്ട്? എസിലുണ്ട്. ഇതിൻ്റെ ബ്ലോക്ക് ഏതായിരിക്കും? അതുകൊണ്ട് എസ് ബ്ലോക്ക്. ഇനി 1s2 2s2 2p6 3s2 3p6 3d5 4s2. ഇതിൻ്റെ അവസാന ഇലക്ട്രോൺ ഏതിലുള്ള? എസിലാണോ ഡിയിലാണോ ഉള്ളത്? ഇതിൻ്റെ അവസാന ഇലക്ട്രോൺ ഉള്ളത് ഡി സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് ഇത് ഏത് ബ്ലോക്കാണ്? ഇതിനെ വിളിക്കുന്നത് ഇത് ഡി ബ്ലോക്ക് എന്ന് പറയും. നമുക്കിപ്പോൾ എങ്ങനെ നമ്മൾ ബ്ലോക്ക് കണ്ടുപിടിച്ചാൽ എങ്ങനെ? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അതിൻ്റെ അവസാന ഇലക്ട്രോൺ വന്നു ചേർന്ന സബ്ഷെൽ. ഇതിൽ അവസാന ഇലക്ട്രോൺ പിയിൽ വന്നാൽ പി ബ്ലോക്ക്, എസിൽ വന്നാൽ എസ് ബ്ലോക്ക്, ഡിയിലാണ് വരുന്നെങ്കിൽ ഡി ബ്ലോക്ക്, എഫിലാണ് വരുന്നെങ്കിൽ എഫ് ബ്ലോക്ക്.
ഈ രീതിയിൽ നമുക്ക് ബ്ലോക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ബ്ലോക്ക് ഇപ്പം നിങ്ങൾ ബുക്കിലേക്ക് എഴുതിക്കോ. ബ്ലോക്ക് കണ്ടുപിടിക്കുന്ന വിധം എഴുതിക്കോ. സബ്സ്റ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ, അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ സബ്സ്റ്റൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അതിൻ്റെ അവസാന ഇലക്ട്രോൺ വന്നു ചേർന്ന സബ്സ്റ്റൽ, ചുരുക്കി പറയുകയാണെങ്കിൽ അവസാന ഇലക്ട്രോൺ ഏത് സബ്സ്റ്റലിലാണോ വന്നത് അതാണ് അതിൻ്റെ ബ്ലോക്ക്. എഴുതിക്കഴിഞ്ഞല്ലോ, അവസാന ഇലക്ട്രോൺ വന്നു ചേർന്ന സബ്സ്റ്റൽ എന്ന് എഴുതിയാൽ മതി. ഇപ്പം ഇങ്ങനെ സബ്സ്റ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഏത് സബ്സ്റ്റലിലാണോ അവസാനത്തെ ഇലക്ട്രോൺ വന്നത് അത് അതിൻ്റെ ബ്ലോക്ക്. ഇനി ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. നമുക്ക് 4 ബ്ലോക്ക് പഠിച്ചല്ലോ, എസ് ബ്ലോക്ക്, പി ബ്ലോക്ക് എന്നൊക്കെ പഠിച്ചല്ലേ. ഇപ്പോൾ എസ് ബ്ലോക്ക് നമുക്ക് എടുക്കാം. ഇത് എസ് ബ്ലോക്കാണ്, 3s1 അവസാനിച്ചു. എസ് ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ അവസാനത്തെ എസ്സിൽ നമുക്ക് എസ്സിലാകെ എത്ര ഇലക്ട്രോണേ ഉള്ളൂ? പരമാവധി 2 ഇലക്ട്രോണേ ഉള്ളൂ. ഇപ്പം ആ അവസാനത്തെ എസ് ഇലക്ട്രോണിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കുക. നമ്മൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒന്നാമത്തെ ഗ്രൂപ്പ് മുഴുവൻ S1, എല്ലാം S1 ആണെന്ന് പഠിച്ചില്ലേ. എസ്സിൽ 1 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഏത് ഗ്രൂപ്പിലുണ്ട്? 1-ാം ഗ്രൂപ്പിൽ. 3s1 എന്ന് കണ്ടാലോ, 4s1 എന്ന് കണ്ടാലോ, 5s1 എന്ന് കണ്ടാലോ ഇതെല്ലാം ഗ്രൂപ്പ് ഏതായിരിക്കും? 1-ാം ഗ്രൂപ്പ്. ഇനി എസ്സിൽ 2 ഇലക്ട്രോൺ കണ്ടാൽ ഗ്രൂപ്പ് ഏതായിരിക്കും? 2-ാം ഗ്രൂപ്പ്. ഇതിപ്പം എങ്ങനെയാണ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചേ? അവസാനത്തെ എസ്സിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇപ്പോൾ താഴെ നോട്ട് ബുക്കിലേക്ക് എഴുതിക്കോ. ഗ്രൂപ്പ് കണ്ടെത്തുന്ന വിധം അതിലൊന്ന്, എസ് ബ്ലോക്ക് ആണെങ്കിൽ, എസ് ബ്ലോക്ക് എലമെൻ്റ് അല്ലെങ്കിൽ മൂലകമാണെങ്കിൽ അവസാന എസ്സിൽ കാണപ്പെടുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം, അവസാന എസ് സബ്സ്റ്റലിൽ കാണപ്പെടുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം ഇത്ര എഴുതിയാൽ മതി. എസ് ബ്ലോക്ക് ആണെങ്കിൽ അവസാന എസ്സിൽ കാണപ്പെടുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എത്ര വരെ വരാം? അത് 1 അല്ലെങ്കിൽ 2. ഇപ്പോൾ എസ് ബ്ലോക്ക് മൂലകം എന്ന് വെച്ചാൽ 1ഉം 2ഉം ഗ്രൂപ്പേ ഉള്ളൂ. ഇനി പി ബ്ലോക്കാണ്, ഇത് നോക്കി, ഇത് പി ബ്ലോക്ക് അല്ലേ. പി ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ ഇപ്പം 2p5 എന്ന് കണ്ടാൽ ഈ 5നോട് എന്ത് കൂട്ടുക? 12 കൂട്ടുക. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ഏതായിരിക്കും? ഇപ്പം ഇപ്പം നിങ്ങളോട് പറയാം, 2p2ലാണ് അവസാനിക്കുക. 2p2 ആണെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ് ഏതായിരിക്കും? ഈ 2നോട് 12 കൂട്ടുക, 14ആയിരിക്കും ഗ്രൂപ്പ്. ഇനി 2p4 ആണല്ലോ, ഗ്രൂപ്പ് ഏതായിരിക്കും? ഈ 4നോട് 12 കൂട്ടുക, എന്നപ്പോൾ ഏതായിരിക്കും? 16ആയിരിക്കും. ഇനി 2p6 ആണെങ്കിലോ, അതായത് ഈ പിയിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണത്തോട് 12 കൂട്ടുക. ഇപ്പോൾ ബുക്കിലേക്ക് എഴുതിക്കോ. പി ബ്ലോക്ക് മൂലകമാണെങ്കിൽ, പി ബ്ലോക്ക് എലമെൻ്റ് ആണെങ്കിൽ അവസാന പിയിലെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തോട് 12 കൂട്ടുക. ഇപ്പം പിടികിട്ടിയല്ലോ. പി ബ്ലോക്ക് എലമെൻസ് ആണെങ്കിൽ അവസാന പിയിലെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തോട് 12 കൂട്ടുക. ഇതിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ അവസാന 2 ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂട്ടുക. ഇവിടെ 7 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. 7 കൂട്ടിയാൽ എത്ര ഗ്രൂപ്പ്? 7 കൂട്ടിയാൽ 9. അപ്പോൾ ഇതിൻ്റെ ഗ്രൂപ്പ് 9 എന്ന് വെച്ചാൽ എങ്ങനെ കണ്ടുപിടിച്ച്? ഡി ബ്ലോക്ക് മൂലകമാണെങ്കിൽ അവസാന 2 സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണത്തെ കൂട്ടിയെടുക്കുക. ബുക്കിലേക്ക് എഴുതിക്കോ. ഡി ബ്ലോക്ക് മൂലകമാണെങ്കിൽ അവസാന ഡി എസ് ഇവയിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂട്ടുക. അവസാനത്തെ ഡിയിലെയും എസിലെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തെ കൂട്ടിയെടുക്കുക. രണ്ടും കൂടെ കൂട്ടി കിട്ടുന്ന സംഖ്യ ആയിരിക്കും അതിൻ്റെ ഗ്രൂപ്പ്. ഇപ്പം ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ പഠിച്ചല്ലോ. എസ് ബ്ലോക്ക് ആണെങ്കിൽ എന്താ ചെയ്തത്? എസ് ബ്ലോക്ക് ആണെങ്കിൽ അവസാന എസിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം തന്നെ. പി ബ്ലോക്ക് ആണെങ്കിൽ അവസാന പിയിലെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തോട് 12 കൂട്ടി. ഡി ബ്ലോക്ക് ആണെങ്കിലോ അവസാന ഡിയിലെയും എസിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂട്ടും. അപ്പം ഡിയിൽ ഇവിടെ 5 ആയതെങ്കിലും ഗ്രൂപ്പ് എത്ര ആയിരുന്നേ? 5 2 7. ഇവിടെ 3 ആയിരുന്നെങ്കിലോ 3 2 5. ഇങ്ങനെ കൂട്ടിയെടുക്കുക. നമുക്ക് ഇപ്പം ഗ്രൂപ്പ് കണ്ടുപിടിക്കാനായല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെയാണെങ്കിൽ പീരീഡ് കണ്ടുപിടിക്കാം. നമ്മൾ ഷെല്ലുകൾക്ക് നമ്പർ കൊടുത്തപ്പോൾ ആ ഷെൽ നമ്പർ കൊടുത്ത് നോക്കുന്നുണ്ട്. ഇപ്പം 1s2, 2s2, 2p6, 3s1. ഇതിൽ നോക്കിയേ, ഇതിൽ ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാണെന്ന് നോക്കിയേ? 3. ഇതിൽ ഏറ്റവും വലിയ ഇത് ഇങ്ങനെ സബ്ഷെൽ ഇലക്ട്രോമാസ് എഴുതുമ്പോൾ ഏറ്റവും കൂടിയ ഷെൽ നമ്പർ ഏതാണോ ആ ഷെൽ നമ്പറാണ് പീരീഡിനെ സൂചിപ്പിക്കുക. ഇത് 3-ാം പീരീഡിലുണ്ട്. ഇനി ഫോഗസ് 2ലാണ് അവസാനിച്ചെങ്കിലോ? ഇങ്ങനെ ഇലക്ട്രോമാസ് ചെയ്ത് ഫോഗസ് 2ൽ അവസാനിച്ചു. പീരീഡ് എത്ര ആയിരിക്കും? 4. ഇനി 2s1ൽ അവസാനിച്ചെങ്കിൽ പീരീഡ് ഏതായിരിക്കും? 2. എന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതി പോകുമ്പം ഇതിൽ ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാണെന്ന് നോക്കുക. ആ ഷെൽ ഇപ്പോൾ എഴുതിക്കോ. പീരീഡ് കണ്ടെത്തുന്ന വിധം
താഴെ സബ്സ്റ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അല്ലെങ്കിൽ സബ്സ്റ്റൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അതിലെ ഏറ്റവും വലിയ ഷെൽ നമ്പർ, ഇനി ചുരുക്കി ഇത്ര എഴുതിയാലും മതി, ഏറ്റവും വലിയ ഷെൽ നമ്പർ കണ്ടുപിടിക്കാം. ഇതിലെ ഷെൽ നമ്പർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ സബ്സ്റ്റലിന് മുമ്പ് എഴുതുന്ന സംഖ്യയാണ് ഷെൽ നമ്പർ. ഇവിടെ എഴുതുന്ന സംഖ്യയല്ല. ഇപ്പോൾ ഇതിലെ ഷെൽ നമ്പർ 2, ഇതിൽ ഷെൽ നമ്പർ 3, ഏറ്റവും വലുത് 3, ഇതിൽ ഏറ്റവും വലുത് 4. ആ രീതിയിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ചോദ്യം ചെയ്ത് നോക്കിയാലോ. ഒരു മൂലകത്തിൻ്റെ പേര് തരും. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളോടൊക്കെ മഗ്നീഷ്യം എന്ന് പേര് തരും. ഈ മഗ്നീഷ്യം ഏത് ഗ്രൂപ്പിൽ, ഏത് ബ്ലോക്കിൽ, ഏത് പീരീഡിൽ നിന്ന് കണ്ടുപിടിക്കാം. ആദ്യം എന്താ ചെയ്യേണ്ടത്? മഗ്നീഷ്യത്തിൻ്റെ സബ്സ്റ്റൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാം. നമുക്ക് എഴുതാം 1s2 എഴുതി നോക്കിയോ. മഗ്നീഷ്യം 12, ആറ്റം സംഖ്യ 12. അപ്പോൾ എന്നാ വരും 1s2, 2s2, 2p6 ആകും. 2 8 2 10 ഇനി എത്ര കൂടെ ഉണ്ട്? 2 കൂടെ ഉണ്ട്. അടുത്ത ഷെല്ല് അതാ 3s, അതിൽ 2 ഇലക്ട്രോൺ. ഇവിടെ നോക്കിയേ 1s2, 2s2, 2p6, 3s2. ബ്ലോക്ക് ഏതായിരിക്കും കണ്ടുപിടിക്കാൻ നമുക്ക്? ബ്ലോക്ക് കണ്ടുപിടിക്കാൻ നമ്മളെന്താ പോകുന്നത്? ഇതിലെ അവസാന ഇലക്ട്രോൺ ഏത് സബ്സ്റ്റലിലുണ്ടെന്ന് നോക്കിയാൽ മതി. ഏതിലാണ് ഉള്ളത്? എസ്സിലാണ്. ഇപ്പം ബ്ലോക്ക് സമം എസ് കിട്ടിയോ? ബ്ലോക്ക് സമം എസ്. ഇനി ഗ്രൂപ്പ് കണ്ടുപിടിക്കാം. ഇനി ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ എസ് ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? ആ എസ്സിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കിയാൽ മാത്രം മതി. ഇപ്പം ഗ്രൂപ്പ് ഏതാണ്? ഗ്രൂപ്പ് 2. ഇനി പീരീഡ് കണ്ടുപിടിക്കാം. എങ്ങനെ പീരീഡ് കണ്ടുപിടിക്കാം? പീരീഡ് കണ്ടുപിടിക്കാൻ ഏറ്റവും വലിയ ഷെൽ നമ്പർ, ഏറ്റവും വലിയ ഷെൽ നമ്പർ 3 അല്ലേ? ഇപ്പം ഇത് 3ാമത്തെ പീരീഡിലുണ്ട്. ഇപ്പം 3ാമത്തെ പീരീഡിൽ 2ാം ഗ്രൂപ്പിൽ എസ് ബ്ലോക്കിലുണ്ട് ഈ മൂലകം. ഇപ്പം ബ്ലോക്ക് ഗ്രൂപ്പ് ഇതിൻ്റെ ഓർഡർ ഇതാണ്. ആദ്യം ബ്ലോക്ക് കണ്ടുപിടിക്കുക, രണ്ടാമത് ഗ്രൂപ്പ് കണ്ടുപിടിക്കുക, അവസാനം മാത്രം പീരീഡ് കണ്ടുപിടിക്കുക. ബ്ലോക്ക്, ഗ്രൂപ്പ്, പീരീഡ് ഈ ഓർഡറിൽ കണ്ടുപിടിക്കാൻ പഠിക്കുക. നമുക്ക് ഒരെണ്ണം കൂടി ചെയ്ത് നോക്കിയാലോ. ആറ്റം സംഖ്യ 17. 17 ഏതാണ്? ആറ്റം സംഖ്യ 17 ക്ലോറിൻ. നമുക്ക് എഴുതി നോക്കാം. 1s2 എഴുതിക്കോളൂ നിങ്ങൾ. 1s2, 2s2, 2p6, 3s2, 3p. നോക്കിയേ, എന്നെ നോക്കിയേ. 2 2 4 4 ആകും. 4 10 2 12ആയി. ഇനി എത്രയും കൂടെ ഉള്ളൂ? 17ആണ്. ഇനി എത്രയും കൂടെ ഉള്ളൂ? 5 കൂടെ വരാനുള്ളൂ. നോക്കിയേ, 3p5 അവസാനിച്ചു. നമുക്ക് കണ്ടുപിടിക്കാം. ബ്ലോക്ക് കണ്ടുപിടിച്ച് നോക്കിയേ, എന്ത് കിട്ടും? അവസാന ഇലക്ട്രോൺ വന്ന ഷെല്ല് ഏതിലാ? പി. ബ്ലോക്ക് സമം പി. ഇനി ഗ്രൂപ്പ് നോക്കാം. ഏതിലാ ഗ്രൂപ്പ്? പി ബ്ലോക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പഠിച്ചേ? അവസാനത്തെ എണ്ണമാണോ? അല്ല, അവസാനത്തെ എണ്ണത്തെ എന്ത് ചെയ്യണം? 12 കൂട്ടണം. 5 + 12 = 17. ഇനി പീരീഡ് കണ്ടുപിടിക്കാം. പീരീഡ് കണ്ടുപിടിക്കാൻ ഇതിൽ ഏറ്റവും വലിയ ഷെൽ നമ്പർ ഇവിടെ 1 2 2 3 3. ഏറ്റവും വലിയ ഷെൽ നമ്പർ 3 തന്നെ. അപ്പം പീരീഡ് ഏതായ? പീരീഡ് 3. ഇപ്പം കണ്ടുപിടിച്ചോ. ബ്ലോക്ക്, ഗ്രൂപ്പ്, പീരീഡ് കണ്ടുപിടിക്കുന്ന രീതി എഴുതിക്കോ. ആറ്റം സംഖ്യ 27. 27 ആകുമ്പം ഇലക്ട്രോൺ വിന്യാസം എന്ത് വരും? 1s2, 2s2, 2p6, 3s2, 3p6. അടുത്ത ഷെല്ല് ഏതാ? 3d. 27 ആണെങ്കിൽ 3d 22 നമ്മൾ പഠിച്ച 20 മുകളിലുള്ള സംഖ്യ 3dയിലുണ്ടാവും. 3d7, 4s2. അവസാന ഇലക്ട്രോൺ ഏതിലുണ്ട്? എസ്സിലാണോ ഡിയിലാണോ അവസാന ഇലക്ട്രോൺ ഉള്ളത്? അവസാന ഷെല്ലാണ് എസ്. ഇലക്ട്രോൺ ഉള്ളത് ഏതിലാണ്? ഡിയിലാണ്. ഇപ്പം ഇതിൻ്റെ ബ്ലോക്ക് ഏതാണ്? എസ് എന്ന് എഴുതരുത്. 3D എന്ന സബ്സ്റ്റലിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലോക്ക് എപ്പോഴും ഡി തന്നെയായിരിക്കും. ഓർത്തിരുന്നോളാം. ബ്ലോക്ക് സമം ഡി. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് ഇതാണെങ്കിൽ ഗ്രൂപ്പ് ഡി ബ്ലോക്ക് ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? അവസാനത്തെ ഇത് രണ്ടും കൂടെ കൂട്ടുക. 7 2 9ാമത്തെ ഗ്രൂപ്പിലുണ്ട്. പീരീഡ് നോക്കിയേ, ഏറ്റവും വലിയ ഷെൽ നമ്പർ 4 തന്നെ. അതുകൊണ്ട് പീരീഡ് സമം 4. ഇങ്ങനെയാണ് ബ്ലോക്ക്, ഗ്രൂപ്പ്, പീരീഡ് കണ്ടുപിടിക്കുന്നത്. 2 ചോദ്യം എഴുതി വെച്ചാലോ. നമുക്ക് വീട്ടിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്ത് നോക്കിയാലോ? ചെയ്ത് നോക്കിയല്ലേ. ഞാൻ 2 ചോദ്യം തരാം വീട്ടിൽ നിന്ന് ചെയ്യാൻ. ഹോംവർക്കായിട്ട് എഴുതിക്കോളൂ. 1 സോഡിയം 11. ചോദ്യം എഴുതിയെടുത്തോ. ആറ്റം സംഖ്യ 11. ആറ്റം സംഖ്യ 11. അടുത്ത് സൾഫർ ആറ്റം സംഖ്യ 16. അടുത്ത പൊട്ടാസ്യം ആറ്റം സംഖ്യ 19. പൊട്ടാസ്യം ആറ്റം സംഖ്യ 19. അടുത്ത് 25 മാംഗനീസ്. 25 മാംഗനീസ്. അടുത്ത് 30 സിങ്ക്. 30 സിങ്ക്. നമുക്ക് അടുത്ത ദിവസം
അടുത്ത മൂന്നാമത്തെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്താം. അത് വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇന്ന് പഠിപ്പിച്ച ഭാഗത്തുനിന്ന് ഇന്ന് ചെയ്ത പോലെ ഒരു 5 ചോദ്യം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചിട്ട് അടുത്ത വീഡിയോ ക്ലാസ്സിനായിട്ട് ഒരുങ്ങുക.